ഇപ്പൊ വരാം. ഒരു 5 മിനിറ്റ്. അല്ല മോളും വരുന്നോ? ഇല്ല, പപ്പ പോയിട്ട് വാ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിനെ കാണാൻ വരാനിരിക്കുന്നു. താൻ തന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഗവൺമെന്റിന് ഓർഡർ വന്നു, വെരിഫിക്കേഷൻ. ഇപ്പൊ എങ്ങനെയുണ്ടോ തന്റെ അനിയന്? അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാർ. അർജുൻ, ഗൗരി ഇവിടെ? എന്റെ പപ്പയത്. നിങ്ങൾ പരിചയക്കാരാണോ? ഞങ്ങൾ ഒരേ കോളേജിലല്ലേ, സെയിം ഇയർ. ഓ, ഞാനതൊക്കെ മറന്നു. വരൂട്ടോ. ഏതായാലും ഒരു സർപ്രൈസ് ആയിപ്പോയി. അതെ, എനിക്ക്. അർജുൻ എങ്ങനെ എന്റെ പപ്പയെ അറിയാം? ഞങ്ങള് നേരത്തെ പരിചയക്കാരാ, സ്പോർട്സിലോട്ടുള്ള പരിചയം. ഓ, എന്തൊക്കെ ഉണ്ടോ? സുഖം തന്നെയല്ലേ? സുഖം തന്നെ സാർ. എന്റെ അനിയന. താനതല്പം ക്ഷീണിച്ചോ? ഏയ്, സാറിന് തോന്നുന്നതാ. വരൂ. ഞാൻ പറയാറില്ലേ ചേട്ടന്റെ കൂടെ പഠിക്കുന്ന ഒരു ഗൗരി ചേച്ചിയെ പറ്റി? ആ, ഗൗരി ചേച്ചി. ആ ഗൗരി ചേച്ചിയാണ് ഈ ചേച്ചി, സാറിന്റെ മോളാ. ആഹാ, വാ വാ, എല്ലാരും അകത്തേക്ക് വാ. വാടാ. വാ അമ്മേ. സാർ അകത്തേക്ക് ഇരിക്കട്ടെ. അമ്മ ഒന്നിങ്ങ് വന്നേ. അമ്മേ, ഇത് ചന്ദ്രദാസ് സാറിന്റെ മോളാ, ഗൗരി ചേച്ചി. എന്തായാലും നിങ്ങളൊന്നും ദിവസം കൊള്ളാം. ഇന്ന് ഇവന്റെ ബർത്ത്ഡേ. ഓഹോ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സാർ. ചേച്ചി വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. വാ ചേച്ചി. ചേച്ചി, അത് കണ്ടോ? ചേച്ചി വന്നേ, വാ. ഇവന്റെ കൂടെ കളിച്ചാ ഞാൻ ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചത്. ഞങ്ങൾ പോട്ടെ മോനെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. അതൊക്കെ പിന്നീട് ഒരിക്കലാകാം. എനിക്ക് 11 മണിക്കുമ്പോ ഓഫീസിൽ എത്തണം. എന്നാ ഗൗരി ചേച്ചി ഇവിടെ നിക്കട്ടെ, സാറ് പോയിട്ട് വാ. മോൾ ഇവിടെ നിക്കട്ടെ അല്ലേ? ഇവരെല്ലാം നിർബന്ധിക്കുന്നതല്ലേ. മോൾ ഇവിടെ നിന്നോളൂ. പപ്പ വണ്ടി വയ്ക്കാം. എന്താ സന്തോഷായില്ലേ? ഇതെല്ലാം അനിലിന് കിട്ടിയതാണോ? അല്ല, പാതി ഏട്ടന്റെതാ. സ്കൂളിലും 3 ഡിഗ്രിക്കായിട്ട് കിട്ടിയതാ. സത്യത്തിൽ അർജുനെ കണ്ട ഇത്രയും പ്രശ്നമുള്ള ഒരാളാണെന്ന് പറയുകയില്ല. എന്താ എന്റെ വേഷവും നടപ്പൊക്കെ കണ്ടിട്ടാണോ? ഈ കോലം കെട്ടലൊക്കെ അവന്റെ നിർബന്ധം കൊണ്ടാ, അവന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാ. അർജുൻ, അനിയൻ എന്താ പറ്റിയത്? അർജുന് വിഷമമുണ്ടെങ്കിൽ പറയണ്ട. വിഷമമുണ്ട്, എന്നാലും പറയാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങള് ഗൗരി മറ്റാരോടും പറയരുത്. ഇവിടെ വെച്ച് എന്നെ മറന്നേക്കണം. ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്നോട് സിമ്പതി കാണിച്ചാ ഞാൻ തളർന്നു പോകും. അതുകൊണ്ടാ. ഞാൻ ആരോടും പറയില്ല. അർജുൻ എന്നെ വിശ്വസിക്കാം. ഗൗരി ഇപ്പൊ കാണുന്ന അനിയില്ലേ, ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്റെയും എന്റെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ അഭിമാനമായിരുന്നു അവൻ. കളിക്കളത്തിലെ മിന്നുന്ന താരം. അച്ഛന്റെ മരണശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് വെച്ചിന്റെ പഠിത്തം നിർത്തി കൃഷിപ്പണി ചെയ്യേണ്ടി വന്നപ്പോ പോലും എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല. എനിക്ക് നേടാൻ കഴിയാത്തത് അവനെ കൊണ്ട് നേടിയെടുക്കണമെന്ന ചിന്തയായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കവനെ. അവന്റെ ഓരോ വിജയവും എന്റെ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. കോച്ചിങ് ക്യാമ്പിൽ നാളെ ജോയിൻ ചെയ്യണം. സെലക്ഷൻ ലെറ്റർ. അമ്മേ അമ്മേ ഞാൻ പോയിട്ട് വരാം. പോയി വാ മോനെ. ഏട്ടാ എട്ടരക്കല്ലേ ബസ്? അതെ. ഇഷ്ടം പോലെ സമയം. ഇനി 20 മിനിറ്റ് കൂടി ഉണ്ട്. ബസ് ലേറ്റ് നമ്മൾ ലേറ്റ് ആവില്ല. ഈശ്വര. അയ്യോ പഞ്ചറായല്ലോ ഏട്ടാ. വാ. ഒന്ന് വേഗാക്കോ, പോയിട്ട് ധൃതിയുണ്ട്. ഞാൻ പഞ്ചർ ഉണ്ടാക്കിയല്ല, ഒട്ടിക്ക്. ഏട്ടാ ധൃതി പിടിക്കണ്ട. 8:30 ബസ് പോണെങ്കിൽ പോട്ടെ, നമുക്ക് അടുത്ത ബസ്സിൽ പോവാം. അത് പോയാൽ പിന്നെ 9:30 ഉള്ളൂ. അതിന് പോയി കഴിഞ്ഞാൽ നിന്റെ ട്രെയിന് മിസ്സാവും, എല്ലാം കൊളാവും. ഇനി എത്ര മിനിറ്റ് കൂടി ഉണ്ട്? 2 മിനിറ്റ്. നീ മുറുക്ക് പിടിച്ചിരുന്നു. 8:30 ബസ് എന്തായാലും മിസ്സാക്കണ്ട. ഏട്ടാ പതുക്കെ. നീ പേടിക്കണ്ട, ഞാനല്ലേ ചവിട്ടണേ. അയ്യോ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്ന അനി ഒരിക്കൽ പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല. എന്താമേ? എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല മോനെ. എനിക്കിത് കാണാൻ വയ്യ മോനെ. അന്ന് ഞാൻ ഉറപ്പിച്ചു, എനിക്ക് പറ്റിയ കയ്യബദ്ധം, എന്റെ അശ്രദ്ധ, അതെന്ത് വില കൊടുത്തും നേരെയാക്കണമെന്ന്. എടോ, ഇതൊരു നല്ല ലക്ഷണമാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ മരുന്നിനേക്കാളും രോഗിക്ക് ആവശ്യം മനോധൈര്യവും ആത്മവിശ്വാസവുമാണ്. തന്റെ അനുജനത ആവശ്യത്തിലധികമുണ്ട്. ഇനി എത്രയും വേഗം അവന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷേ അതിന് കുറച്ചധികം ചിലവ് വരും. ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എന്ത് വേണേലും ചെയ്യാം ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ മിഷിഗണിൽ നെർവസ് സംബന്ധമായ ഒരു മോസ്റ്റ് മോഡേൺ ഹോസ്പിറ്റലുണ്ട്. 5% റിക്കവറി ചാൻസ് ഉള്ള രോഗികളെ പോലും രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടവർക്ക്. അനിക്കുട്ടന്റെ കാര്യത്തിൽ 50% ചാൻസ്. താമസിക്കും തോറും സുഖപ്പെടാനുള്ള ചാൻസും കുറയും. അതുകൊണ്ട് ഏറിപ്പോയാൽ 1 വർഷം, അതിനുള്ളിൽ നമുക്ക് അവനെ ഇവിടെ എത്തിക്കണം. പണം, അതെനിക്കൊരു പ്രശ്നമായി. ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റാലും അവനെ ചികിത്സിക്കുന്നതിന് തികയായിരുന്നില്ല. ആ സമയത്താണ് ദൈവദൂതനെ പോലെ ഗൗരിയുടെ പപ്പ വന്നത്. എനിക്ക് സ്പോർട്സിലുള്ള ടാലന്റ് അറിയാവുന്ന അദ്ദേഹമാണ് എന്നെ നമ്മുടെ കോളേജിൽ ചേരാൻ നിർബന്ധിച്ചത്. ഈ വർഷം തൊട്ട് വർഷാവസാനം നടക്കാറുള്ള സൗത്ത് സോൺ ഇന്റർ കോളേജ് മീറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഇൻഡിവിജ്വൽ ചാമ്പ്യനായാൽ ഗുഡ്വേയുടെ പ്രൈസ് മണിയായ 10 ലക്ഷം രൂപയും അവരുടെ തന്നെ സ്പോൺസർഷിപ്പോടെ ജോലിയും നൽകുമെന്നുള്ള വിവരം എന്നെ അറിയിച്ചത് ഗൗരിയുടെ പപ്പയായിരുന്നു. അന്ന് തുടങ്ങിയതാ അവനു വേണ്ടിയുള്ള എന്റെ പരിശീലനം. കഠിനമായ പരിശീലനം കൊണ്ട് തളർന്നു വീഴുമ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, അവൻ, എന്റെ അനിക്കുട്ടൻ. ഇനി അധിക സമയമില്ല. വരുന്ന ഏപ്രിലിൽ ഡോക്ടർ പറഞ്ഞ കാലാവധി തീരും. അതിനു മുമ്പേ എനിക്ക് എന്റെ അനിയെ അമേരിക്കയിൽ എത്തിക്കണം. ഈ മാർച്ചില് ഇന്റർ കോളേജ് മീറ്റ് നടക്കുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും, എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും
എനിക്കന്ന് ചാമ്പ്യനാവണം. ആയേ പറ്റും.